നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് ജയൻറ്റ് ഗോരാമികളിൽ അതായത് വലിയ സൈസുകളിൽ ഒരെണ്ണം കിടക്കുന്നത് ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലാണ്. നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് ഉപയോഗിച്ച് സെറ്റ് ചെയ്ത ചെറിയൊരു ടാങ്കാണ്. ഇതിൽ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സമയം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് ഡിലേ ആയിട്ട് പോയത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വന്ന് ചെയ്യുമായിരുന്നു. കാരണം നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ തിക്കും തിരക്കാവുന്ന സമയത്ത് ചിലപ്പോൾ ശ്രദ്ധ തെറ്റിപ്പോവും. അപ്പോൾ ഇതിനകത്ത് വെള്ളം വല്ലാതെ മോശമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു അശ്രദ്ധ മതി മീനുകൾ ചത്തുപോകാനായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന് ഒന്ന് മാറ്റിയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ വെള്ളം വറ്റിച്ച് ഇതിൻ്റെ സൈസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന അവസ്ഥയായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നൊന്ന് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചില സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നേരത്തൊന്നും പ്രോപ്പറായിട്ട് ലൈറ്റ് കിട്ടാറില്ല ഈ ഒരു ഏരിയയിലേക്ക്. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് നമ്മൾ ആദ്യത്തെ ബാച്ചിൽ വാങ്ങിയ ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗോരാമിയാണ്. നേരത്തെ നമ്മൾ കാണിച്ച ബക്കറ്റുകളില്ലേ, അതിനകത്തായിരുന്നു നമ്മൾ ഇട്ടിട്ട് ഇതിനെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏറ്റവും ചെറിയ സൈസിലാണ് ഇതിനെ വാങ്ങിയത്. 2 ഇഞ്ചിൽ സൈസിൽ നമ്മളൊരു പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. തീരെ ചെറിയ സൈസ്. അതാണ് ഈ ഒരു വലിയ സൈസിലേക്ക് എത്തിയിട്ടുള്ളത്. ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര സൈസ് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ഇത് ഏകദേശം ഒരു 10 ഇഞ്ചോളം വരുന്നുണ്ട്. കുറച്ചും കൂടി വലുതാവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ഫീറ്റ് വരെ ആവും. ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വേസ്റ്റ് ഉണ്ടായിരുന്നു അടിഭാഗത്ത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിലൊരു ക്ലൗഡിനെസ് കാണാം, ചെറുതായിട്ടൊന്ന് കലങ്ങിയ പോലെ കാണാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയാറുണ്ടല്ലോ ഫുൾ വെള്ളം കളയാറില്ല. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ചെറിയ കലക്കം കാണുന്നത്. കുറച്ചും കൂടി വെള്ളം നിറയുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. എങ്കിലും നമുക്ക് മീനിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്ന ബക്കറ്റുകളിൽ ഒരെണ്ണത്തിലായിരുന്നു നമ്മളിതിനെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് വലുതായ സമയത്ത് നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് മാറ്റുമായിരുന്നു. അത്യാവശ്യം നല്ല സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് വണ്ണവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്വഭാവം കണ്ടില്ലേ, വളരെ കാം ആൻഡ് ക്വയറ്റാണ്. വെള്ളം കുറഞ്ഞിട്ടും ഫ്ലാറ്റായിട്ട് തന്നെ പെടയാതെയൊക്കെ നൈസായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ് ഈ ഒരു ജയൻറ്റ് ഗോരാമി മത്സ്യങ്ങളുടെ. വേറെ ഏതെങ്കിലും മീനാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് പെടയും എഴയും അല്ലെങ്കിൽ ചാടാനൊക്കെ ശ്രമിക്കും. ഈ ഒരു മീൻ വളരെ ക്വയറ്റാണ്. വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു മീനാണ്. പിന്നെ ഇത് ഈ ഒരു സൈസിലായതുകൊണ്ട് തന്നെ നമുക്കിനി മുമ്പ് ചെയ്തിരുന്ന പോലെ, മുമ്പ് നമ്മൾ ഇതിനെ ഈ ഒരു ടാങ്കിൽ നിന്ന് പിടിച്ച് ഒക്കെയാണ് നമ്മൾ ഗ്രോത്ത് അപ്ഡേറ്റ് ചെയ്തിരുന്നത്. അതായത് പിടിച്ചിട്ട് നമ്മളൊരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് 360 ഡിഗ്രി നമ്മൾ ഫുള്ളായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണിക്കാറുണ്ടായിരുന്നു. ഈ ഒരു സൈസ് ഇനി നമുക്ക് ആ ഒരു കണ്ടെയ്നറിൽ ഇടാനായിട്ട് സാധിക്കില്ല. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. അതിങ്ങ് തിരിയുന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ക്യാമറയിൽ കൂടെ കാണിക്കുമ്പോൾ ആ ഒരു സൈസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഡയറക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഡയറക്റ്റ് എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, എനിക്ക് മാത്രമേ കാണാനായിട്ട് പറ്റൂ. അപ്പോൾ ഏകദേശമാണ് ഞാൻ പറഞ്ഞത്. അതായത് 10 ഇഞ്ചിനടുത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് മെയിലാണോ ഫീമെയിലാണോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഏകദേശം ഈ ഒരു സൈസ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ നെറ്റിയിലുള്ള ഒരു മുഴ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിന് ഞാൻ നോക്കിയപ്പോൾ നെറ്റിയിൽ ആ മുഴ കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ഫീമെയിലാണെന്നാണ്. മുമ്പ് നമ്മുടെ ആൽബിനോ ജയൻറ്റ് ഗോരാമികളെ നമ്മൾ ബക്കറ്റുകളിൽ നിന്ന് ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റിയപ്പോൾ നമ്മൾ ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിലിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരെണ്ണത്തിൻ്റെ നെറ്റിയിൽ ഹമ്പുണ്ട്, വേറൊരെണ്ണത്തിൻ്റെ, അത് രണ്ടാമത്തെ ആൽബിനോ ജയൻറ്റ് ഗോരാമിക്ക് ഹമ്പ് ഇല്ലായിരുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് പിടി കിട്ടിയിട്ടുണ്ട് മെയിലും ഫീമെയിലും എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് അതിനേക്കാൾ സൈസുണ്ട്, നമ്മുടെ ആൽബിനോ ജയൻറ്റ് ഗോരാമികളെക്കാളും സൈസുണ്ട് ഈ ഒരു ബ്ലാക്കിന്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഹമ്പ് ഈ സമയം കൊണ്ട് വരേണ്ടതാണ്, ചെറിയ രീതിയിലെങ്കിലും വരേണ്ടതാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ നെറ്റിമേ അങ്ങനെ ഒരു ഹമ്പ് കാണാനില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത് ചെരിയുന്ന സമയത്ത് മെയിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുഴച്ച് നിൽക്കും. അങ്ങനെ ഒരു മുഴ ഇതിൻ്റെ നെറ്റിയിൽ കാണാനായിട്ട് ഇല്ല ഇപ്പോൾ. അപ്പോൾ ഇതൊരു ഫീമെയിൽ ആകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എങ്കിലും 100% ഉറപ്പില്ല. ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും അത് ഫുള്ളായിട്ട് ഡെവലപ്പായി വരുന്നത്. എങ്കിലും ഈ ഒരു സമയത്ത് ആ ഒരു ഹമ്പ് വരേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഒരു അസംഷനാണ്, അല്ലെങ്കിൽ ഒരു ഊഹമാണ് ഇതൊരു ഫീമെയിൽ ആകാനാണ് സാധ്യത എന്നുള്ളത്. ഈ ഒരു ടാങ്കിനകത്ത് ശരിക്കും എയറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, എങ്കിലും നമ്മൾ എയറേഷൻ കൊടുക്കാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ഇത് വലിയ മീനായതുകൊണ്ട് നല്ല രീതിയിൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എയറേഷൻ്റെ ആ ഒരു എയർ സ്റ്റോൺ നിങ്ങൾക്ക് അവിടെ കിടക്കുന്നത് കാണാം, ആ ഒരു മൂലയിൽ കിടക്കുന്നുണ്ട് എയർ സ്റ്റോൺ. നമ്മൾ എയറേഷൻ കൊടുക്കുന്നുണ്ട്. 2.5 വാട്ടിൻ്റെ ചെറിയ എയറേറ്ററാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. കാരണം വെള്ളം കണ്ടീഷനായി കിടക്കാൻ വേണ്ടിയിട്ടാണ് എയറേഷൻ കൊടുക്കുന്നത്. ജയൻറ്റ് ഗോരാമികൾ ശരിക്കും അവർക്ക് എയറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഡയറക്റ്റ് ബ്രീത് കണ്ടില്ല, അവരങ്ങനെ ബ്രീത് ചെയ്തോളും. പക്ഷേ വെള്ളം കണ്ടീഷനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് എയറേഷൻ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം കുറേ കാലം നമുക്ക് വെള്ളം വലിയ കംപ്ലയിൻ്റ് ഇല്ലാതെ കൊണ്ടുപോകാനായിട്ട് പറ്റും. സംഭവം ചെറിയൊരു സ്പേസ് ആണെങ്കിലും വെള്ളത്തിന് കംപ്ലയിൻ്റ് ഒന്നും അധികം വരാറില്ല. കാരണം നമ്മൾ എയറേഷനൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ്. എയറേഷൻ കൊടുക്കാതെ നമ്മൾ സ്റ്റില്ലായിട്ട് കിടക്കുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടോക്സിക് ആവാൻ സാധ്യതയുണ്ട്. അത് പിന്നെ അവരുടെ ശരീരത്തിനെയും കളറിനെയും ബോഡി ചെതുമ്പൽ അതിനെല്ലാത്തിനെയും അത് ബാധിക്കും. വെള്ളം അസിഡിക് ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലമാണ്. എന്തായാലും നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഇത്രയും ചെറിയൊരു സൈസിൽ വാങ്ങിയിട്ട് അത് ഈ ഒരു സൈസിലേക്ക് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നടക്കുന്നത് കാണുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്.
മാത്രമല്ല നമ്മൾ ഇവരെ വളർത്തിയത് അല്ലെങ്കിൽ ഈ ഒരു മീനിനെ വളർത്തിയത് ചെറിയൊരു സ്പേസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ 50 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിലാണ് നേരത്തെ കാണിച്ച ആ ഒരു ബക്കറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ തന്നെ വളർന്ന് വലുതായി അതിൽ ഫിറ്റ് ആവുന്ന ഒരു സൈസ് ആയപ്പോൾ നമ്മൾ ഇതിലേക്ക് മാറ്റുമായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഹോബീസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഇതുപോലെ ഒരു രസത്തിന് വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള ചെറിയ സ്പേസിലൊക്കെ വളർത്താം. ജയൻറ്റ് ഗൗരാമീനെ വളർത്താം, പക്ഷേ എല്ലാ മീനുകളും അങ്ങനെ വളർത്താൻ പറ്റില്ല. ഇതുപോലുള്ള കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് മെറ്റബോളിസം ഒക്കെ സ്ലോ ആയിട്ടുള്ള മീനുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളർത്താം. പിന്നെ കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും അവരുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്നത്, എങ്കിലും ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. ഗ്രോത്ത് കുറച്ച് സ്ലോ ആവും എന്നുള്ളൊരു ഇഷ്യൂ മാത്രമേ ഉണ്ടാവൂ. അല്ലാതെ മുരടിച്ച് നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതായത് അവർക്ക് തീരെ ഫിറ്റ് ആവാത്ത സ്പേസ് ആണെങ്കിൽ ഗ്രോത്ത് സ്റ്റോപ്പ് ആവും. അല്ലാതെ അവർക്ക് അത്യാവശ്യം കിടന്ന് നടക്കാനുള്ള സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഗ്രോത്ത് വയ്ക്കും. കുറച്ച് സ്ലോ ആയിരിക്കും ഗ്രോത്ത് എന്ന് മാത്രം. വലിയ സ്പേസിലിടുമ്പോൾ നല്ല ഫാസ്റ്റ് ആയിരിക്കും ഗ്രോത്ത്. ജയൻറ്റ് ഗൗരാമികൾ പൊതുവേ സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള മീനുകളാണ്, എങ്കിലും അവരുടെ ആ ഒരു നോർമൽ ഗ്രോത്ത് പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ സ്പേസ് തന്നെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നാണോ അവർക്ക് ആ ഒരു സൈസ് ആവാൻ പറ്റുന്നത് അത് ആ ഒരു വലിയ സ്പേസിൽ തന്നെ പെട്ടെന്ന് തന്നെ ആവും. പക്ഷേ ചെറിയ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെറിയ രീതിയിൽ സ്ലോ ആവും. അത് നമ്മൾ എത്രത്തോളം ചെറിയത് കൊടുക്കുന്നു അത്രത്തോളം സ്ലോ ആവും. ഇപ്പോൾ ഈ ഒരു ടാങ്ക് കണ്ടില്ലേ, ഇത് ചെറിയൊരു ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. അത് ഇതിനകത്ത് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇതിന് അത്യാവശ്യം ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇത് മുരടിച്ച് തന്നെ നിൽക്കും, അതായത് ഏതെങ്കിലും സ്റ്റേറ്റിൽ തന്നെ നിൽക്കും കുറേ നാൾ. പക്ഷേ ഇത് ഗ്രോ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് പെല്ലറ്റ് ഫുഡും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളല്ല, നമ്മൾ ഇലവർഗ്ഗങ്ങളാണ് കൊടുക്കുന്നത്. അസോള, അതുപോലെ സാൽവീനിയ പോലുള്ള ചെടികളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ പെല്ലറ്റാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ദിവസം കൊടുക്കുന്നത് ഇതുപോലുള്ള അസോള പോലുള്ള ഈ ഇലവർഗ്ഗങ്ങളാണ്. അപ്പോൾ രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കിട്ടും. നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ ഫീഡ് ചെയ്യാറില്ല. പിന്നെ ഞാൻ പറഞ്ഞു, മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിരകളെ പിടിച്ച് കൊടുക്കാറുണ്ട്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഒന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.